അങ്ങനെയുള്ള കീ വേർഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാസേജിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ബ്ലാങ്കുകളിലൊക്കെ ഹലോ സ്റ്റുഡൻസ്, PTE എക്സാമിൽ സ്റ്റുഡൻസ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ദി ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ PTE. വൺ ഓഫ് ദി മോസ്റ്റ് ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ PTE ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. PTEയിലെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് അസസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നിങ്ങളുടെ റീഡിംഗ് സ്കിൽസും റൈറ്റിംഗ് സ്കിൽസും ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൽ അസസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് PTE എക്സാമിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ വരുന്നത്. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് എ പാസേജ് വെയർ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ വി ഹാവ് 5 ബ്ലാങ്ക്സ്. ഈ ബ്ലാങ്ക്സ് നിങ്ങൾ ഫിൽ ചെയ്യുക. ഇതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ റീഡിംഗ് സ്കിൽ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ബ്ലാങ്ക്സ് കറക്റ്റായിട്ട് ഫിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഈ ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുമ്പോൾ ദി റൈറ്റ് വേർഡ് ചോയ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ചൂസ് ദി ആപ്റ്റ് വേർഡ് ഫോർ ദിസ് കോണ്ടെക്സ്റ്റ്. അങ്ങനെയാണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് അസസ് ചെയ്യുന്നത്. സോ 2 സ്കിൽസ് അസസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദിസ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഇസ് വെരി important. So you have to be very careful when you choose the correct word to fill the blanks. Okay, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു വലിയ പാസേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആദ്യം നിങ്ങൾ ഈ പാസേജ് കൃത്യമായി വായിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ലെറ്റ്സ് സീ. നമുക്ക് ഈ ബ്ലാങ്ക്സ് കുറച്ചും കൂടെ ഒരു ക്ലോസർ ലുക്കിൽ നോക്കാം. അപ്പോൾ ഈ ബ്ലാങ്ക് കണ്ടോ, this blank has been criticized for its linearity, for its concentration. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ ഈ ബ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റണം എന്നില്ല. ദാറ്റ് ഈസ് വൈ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ പാസേജ് വായിച്ച് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ബ്ലാങ്കിൽ ഏത് വേർഡ് വരും, ഈ ദിസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലേ ഈ ബ്ലാങ്കിൽ കറക്റ്റ് വേർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സീ. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ടാവും. സോ ഈ ബ്ലാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ്, റൈറ്റ്? അപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഓരോ ബ്ലാങ്കിലും ഏത് വേർഡ് വരും എന്ന് ചൂസ് ചെയ്യാൻ. പിന്നെ ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ബ്ലാങ്കിലും ദർ വിൽ ബി ഓപ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബ്ലാങ്ക് നിങ്ങൾ PTEയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദർ വിൽ ബി ഒരു 4 ഓപ്ഷൻസ്. ഓക്കെ, ആ 4 ഓപ്ഷൻസിൽ നിന്നാണ് നിങ്ങൾ കറക്റ്റ് വേർഡ് ചൂസ് ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ വളരെ സിമിലർ ആയിട്ട് കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന 4 ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻസിനകത്തുനിന്ന് നിങ്ങൾ കറക്റ്റ് വേർഡ്, അതായത് ഈ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള കറക്റ്റ് വേർഡ് ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് അവിടെ അസസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനൊരു പാസേജ് കിട്ടുമ്പോൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഏതൊരു പാസേജിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും ദ ഈസിയസ്റ്റ് വേ ഇസ് ടു റീഡ് ദി ടോപ്പിക് സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെൻറ്റൻസ് ആണ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്കൊരു പാസേജ് കിട്ടുമ്പോൾ അതിലൊരു 2-3 പാരഗ്രാഫ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പാരഗ്രാഫിൻ്റെയും ടോപ്പിക് സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ് പറയുന്നത്? ട്രഡീഷണലി മാസ് കമ്മ്യൂണിക്കേഷൻസ് റിസർച്ച് ഹാസ് കോൺസെപ്ച്വലൈസ്ഡ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടേംസ് ഓഫ് എ സർക്കുലേഷൻ സർക്യൂട്ട് ഓർ ലൂപ്പ്. സോ ഇത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് എങ്ങനെ കോൺസെപ്ച്വലൈസ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ഈ ഒരു പാസേജ് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തടുത്ത സെൻറ്റൻസുകൾ സ്കിം ചെയ്ത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ വായിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദിസ് ബ്ലാങ്ക് has been criticized for its linearity, sender, message, receiver, for its concentration on the level of message exchange, and for the absence of a structured conception of the different moments as a complex structure of relations. So, ഇത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി വായിച്ച്
മനസ്സിലാക്കുക. സോ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ് ഇവിടെ വരുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻസ് റിസർച്ച് അതിനെ എങ്ങനെ കോൺസെപ്ച്വലൈസ് ചെയ്തു, അതിനൊരു ഫസ്റ്റ് കോൺസെപ്റ്റിന്റെ ഒരു മോഡലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അതിന്റെ ഈ സെൻഡർ മെസ്സേജ് റിസീവർ എന്ന് പറയുന്ന ഒരു ലീനിയാരിറ്റി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെൻഡർ, ആ കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യുന്ന ആൾ, ആ ഒരു മെസ്സേജ് അത് റിസീവ് ചെയ്യുന്ന ആൾ, ആ ഒരു ലീനിയാരിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരുന്നു ആദ്യം കോൺസെപ്ച്വലൈസ് ചെയ്ത് വന്നത്. സോ ആ ഒരു ലീനിയാരിറ്റിയുടെ ബേസിസിൽ ആ ഒരു മോഡൽ അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ മോഡൽ ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ്. അതിന് ഒത്തിരി വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്, അതിനെ ഒത്തിരി പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ വായിച്ച് അതിൻ്റെ ഫുൾ മീനിങ് നമുക്ക് മനസ്സിലാക്കാം. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ബ്ലാങ്ക് to think of this process in terms of a structure produced and sustained through the articulation of linked, blank, distinctive moments, production, circulation, distribution, consumption, reproduction. അപ്പോൾ ഇത്രയും മൊമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷനിൽ പ്രൊഡക്ഷൻ, സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഒത്തിരി മൊമെന്റ്സ് ഉണ്ട്. സോ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ലിങ്ക്ഡും അതേസമയം ഡിസ്റ്റിങ്റ്റീവുമായിട്ടുള്ള മൊമെന്റ്സിന്റെ ആർട്ടിക്കുലേഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനും അതിനെ ചിന്തിക്കാം എന്നാണ് ഈ ഒരു പോർഷൻ പറയുന്നത് അല്ലേ. ആൻഡ് ദിസ് വുഡ് ബി ടു തിങ്ക് ഓഫ് ദി ബ്ലാങ്ക് ആസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ in dominance sustained through the articulation of connected moments, each of which however retains its distinctiveness and has its own blank modality, its own forms and conditions of existence. So ഇതാണ് ഈ ഒരു പാസേജ് വരുന്നത്. ഓക്കെ, first you have to read the passage, just skim through it and understand the context, the മീനിങ് ഓഫ് ദി പാസേജ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഇതിനകത്തെ കീ വേർഡ്സ് നിങ്ങൾ നോക്കുക അല്ലേ. കമ്മ്യൂണിക്കേഷൻസ്, സെൻഡർ മെസ്സേജ് റിസീവർ, പിന്നെ സ്ട്രക്ചേർഡ് കോൺസെപ്ഷൻ, പിന്നെ ഡിഫറെൻറ്റ് മൊമെന്റ്സ്, കോംപ്ലക്സ് സ്ട്രക്ചർ, അങ്ങനെയുള്ള കീ വേർഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാസേജിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ബ്ലാങ്കുകളിലൊക്കെ ഏതൊക്കെ വേർഡ്സ് വരും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിന് എത്ര ടൈം നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് എത്ര സമയം എന്നുള്ളതില്ല. റീഡിംഗ് സെക്ഷനിലെ മൊത്തം ക്വസ്റ്റ്യൻസിനും നമുക്ക് ഓരോന്നിനും നമ്മൾ സ്വന്തമായിട്ട് ടൈം മാനേജ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാസേജ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 300 വേർഡ്സ് ഉള്ള പാസേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അറൌണ്ട് ഒരു 4 to 5 ബ്ലാങ്ക്സും നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. സോ പെട്ടെന്ന് നിങ്ങൾ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കിന് ഒരു 2 minutes കൂടുതലൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പോൾ 2 minutes എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കണം എന്ന് ഇപ്പം തോന്നും, പക്ഷേ ഇനഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒരു ബ്ലാങ്കിന് 4 ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സീ. ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിനും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ മെഡൽ, മോഡൽ, മോഡൽ, മോറൽ ഇങ്ങനെ 4 വാക്കുകളാണ് അല്ലേ. ഈ 4 വാക്കുകളിൽ നിന്ന് ഏത് വാക്ക് ഇവിടെ വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിച്ച് ബ്ലാങ്ക്സ് എല്ലാം ഫില്ല് ചെയ്യാമെന്ന് തോന്നും. പക്ഷെ ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത്. നമ്മളുടെ കോൺടെക്സ്റ്റ്, ആ കിട്ടിയിരിക്കുന്ന പാസേജിന്റെ കോൺടെക്സ്റ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്ക് വേണം നമ്മളിവിടെ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ കോൺടെക്സ്റ്റ് നോക്കി ഒന്ന് മനസ്സിലാക്കാം. So traditionally, mass communications research has conceptualized the process of communication in terms of a circulation circuit or loop. This blank has been criticized. അവിടെ ഏതായിരിക്കും വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം ഈ മാസ് കമ്മ്യൂണിക്കേഷൻസ് റിസർച്ച് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി കമ്മ്യൂണിക്കേഷനെ ബേസ് ചെയ്തിട്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ഒരുപാട് പേര് വിമർശിച്ചിരിക്കുന്നത് അല്ലേ, ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ്. അപ്പോൾ അവിടെ ഏതായിരിക്കും വരുന്നത്? ആ ഒരു പെർട്ടിക്കുലർ മോഡലാണ് അവിടെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ മെഡൽ, മോഡൽ, മോഡൽ, മോറൽ ഇങ്ങനെ 4 വാക്കുകളുണ്ട്. അപ്പോൾ ഏതായിരിക്കും? ദി റൈറ്റ് ആൻസർ വിൽ ബി മോഡൽ. ആ ഒരു പെർട്ടിക്കുലർ മോഡലാണ് അവിടെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പെട്ടെന്ന് ഈ ഒരു മോഡൽ എന്ന് പറയുന്ന വാക്ക് സെലക്ട് ചെയ്യാതെ മോഡൽ എന്ന് പറയുന്ന കറക്റ്റ് വേർഡ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡ് ബ്ലാങ്ക് നമുക്ക് നോക്കാം. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ബ്ലാങ്ക് to think of this process in terms of a structure produced and sustained.
അപ്പോൾ അവിടെ എന്താണ് ആ കോണ്ടെക്സ്റ്റ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കുക. സോ ഇതിൻ്റെ പ്രീവിയസ് സെൻറ്റൻസ്, കാരണം ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് മുമ്പത്തെ സെൻറ്റൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞത് ആ ഒരു കോൺസെപ്റ്റിനെ, അതിൻ്റെ ലീനിയാരിറ്റി, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻഡർ, മെസ്സേജ്, റിസീവർ അങ്ങനെ പറയുന്ന ഒരു സിംപ്ലർ സ്ട്രക്ചർ ആണെന്നുള്ള പേരിൽ അത് ഒത്തിരി ക്രിറ്റിസിസംസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ബ്ലാങ്ക് ടു തിങ്ക് ഓഫ് ദിസ് പ്രോസസ്. സോ ബട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു വൊക്കാബുലറിയും അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടന്റ് വേർഡ്സ് ഒക്കെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കൊണ്ടുവരാം. സോ ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്, ബട്ട് പക്ഷേ അതിനെ ഇങ്ങനെയും ചിന്തിക്കാം അല്ലെ. പ്രോസസ് ഇൻ ടേംസ് ഓഫ് എ സ്ട്രക്ചർ പ്രൊഡ്യൂസ് ആൻഡ് സസ്റ്റെയിൻ ത്രൂ ദി ആർട്ടിക്കുലേഷൻ അല്ലെ. എന്തിൻ്റെയോ ബേസിസിൽ ഒരു പ്രോസസ്സായിട്ടും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഒരു കോൺട്രാസ്റ്റിക് ഐഡിയ ആണ് അല്ലെ. അപ്പോൾ അവിടെ നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ നമുക്കുള്ള 4 ഓപ്ഷൻസ് എന്താണ്? യൂസ്ഫുൾ, അൺബിലീവബിൾ, ഇംപോസിബിൾ, മീനിങ്ലെസ്. ഇങ്ങനെ 4 വാക്കുകളാണ്. ഇതിലേതായിരിക്കും ആ ഒരു ബ്ലാങ്കിന് കറക്റ്റായിട്ട് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അങ്ങനെയും ചിന്തിക്കാം അല്ലെ. കുറേ ക്രിറ്റിസിസംസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നതും നല്ലതായിരിക്കും അല്ലെ. ഇങ്ങനെയും ചിന്തിക്കാം എന്നുള്ളൊരു മീനിങ് ആണ്. സോ ഇവിടെ അൺബിലീവബിൾ, ഇംപോസിബിൾ, മീനിങ്ലെസ് ഇതൊക്കെ ഒരു നെഗറ്റീവ് കോൺനൊട്ടേഷൻ തന്നെയാണ് വരുന്നത്. അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അല്ലെ ആ വാക്കുകൾക്കൊക്കെ. അപ്പോൾ നല്ലതായിരിക്കും അല്ലെ ഇങ്ങനെയും ചിന്തിക്കാം എന്നുള്ളൊരു മീനിങ് ഇതിലേതായിരിക്കും വരുന്നത്? യൂസ്ഫുൾ ആയിരിക്കും അല്ലെ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ടു തിങ്ക് ഓഫ് ദിസ് പ്രോസസ്. അവിടെ ആ ഒരു വാക്കാണ് വരുന്നത്. ലെറ്റ്സ് സി, മൂന്നാമത്തെ ബ്ലാങ്ക് നോക്കാം. പ്രൊഡ്യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻ ത്രൂ ദി ആർട്ടിക്കുലേഷൻ ഓഫ് ലിങ്ക്ഡ്. ഇതാണ് മൂന്നാമത്തെ ബ്ലാങ്ക്. ലിങ്ക്ഡ്, ബ്ലാങ്ക്, ഡിസ്റ്റിങ്ക്റ്റീവ് മൊമെന്റ്സ് അല്ലെ. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ലിങ്ക്ഡും ഡിസ്റ്റിങ്ക്റ്റീവിൻ്റെയും ഇടയ്ക്കാണ് വരുന്നത് അല്ലെ. ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധമുള്ള എന്ന് മീനിങ് വരുന്ന ഒരു വാക്കാണ്. ഡിസ്റ്റിങ്ക്റ്റീവ് എന്ന് പറഞ്ഞാലോ വേറെ വേറെ ആയിട്ട് നിൽക്കുന്ന അല്ലെ. രണ്ടും കോൺട്രാസ്റ്റിംഗ് വേർഡ്സ് ആണ് അല്ലെ. ലിങ്ക്ഡ് ആണ്, ഡിസ്റ്റിങ്ക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള വാക്കുകളല്ല, കോൺട്രാസ്റ്റിംഗ് വാക്കുകളാണ് എന്നാദ്യം മനസ്സിലാക്കുക. ലെറ്റ്സ് സീ ദി ഓപ്ഷൻസ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇഫ്, ആൻഡ്, ബട്ട്, ഓർ അല്ലെ. അവിടെ ഏതായിരിക്കും വരുന്നത്? ഇഫും ആൻഡും വരാൻ ചാൻസ് ഇല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ് വരുമ്പോൾ അത് സിമിലർ മീനിങ് ആണ് എന്നുള്ള ഒരു രീതിയിൽ വരും അല്ലെ. ഇഫും അവിടെ കറക്റ്റ് അല്ല. സോ ബട്ടും ഓറും വരാം. ലിങ്ക്ഡ് ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് അല്ലെങ്കിൽ ലിങ്ക്ഡ് ബട്ട് ഡിസ്റ്റിങ്ക്റ്റീവ്. അതിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള വേർഡ് ചോയ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. അതേതായിരിക്കും? ത്രൂ ദി ആർട്ടിക്കുലേഷൻ ഓഫ് ലിങ്ക്ഡ് ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് മൊമെന്റ്സ് ആണോ? ലിങ്ക്ഡ് ബട്ട് ഡിസ്റ്റിങ്ക്റ്റീവ് മൊമെന്റ്സ് ആണോ? ബട്ടാണ് അല്ലേ. കാരണം എന്താണ്? ലിങ്ക്ഡ് എന്നാൽ ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ അങ്ങനെയാണ് വരുന്നത്. കാരണം ഇതെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ മൊമെന്റ്സ് ആണ് അല്ലേ. അതെല്ലാം ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, എന്നാൽ അത് ഡിസ്റ്റിങ്ക്റ്റീവുമാണ്. ആ ഒരു മീനിങ്ങിലാണ് അവിടെ ബട്ട് വരുന്നത്. ഓർ വന്നാൽ ലിങ്ക്ഡ് ആവാം അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റീവ് ആവാം എന്നൊരു മീനിങ് ആണ്. പക്ഷെ അത് അങ്ങനെയല്ല അല്ലേ. ലിങ്ക്ഡ് ബട്ട് ഡിസ്റ്റിങ്ക്റ്റീവ് എന്ന് പറയുന്ന റൈറ്റ് വേർഡ് ചോയ്സ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദി ആൻസർ ഇസ് ബട്ട്. ഓക്കെ, അടുത്ത ബ്ലാങ്ക് നോക്കാം. ദിസ് വുഡ് ബി ടു തിങ്ക് ഓഫ് ദി ബ്ലാങ്ക് ആസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ ഇൻ ഡോമിനൻസ്. അവിടെ എന്തായിരിക്കും വരുന്നത്? നമ്മൾ മോഡൽ സെലക്ട് ചെയ്ത പോലത്തെ ഒരു നൗൺ ആണ് അവിടെ വരേണ്ടത് അല്ലേ. This would be to think of the blank as a complex structure. Options നോക്കാം. Works, practice, production, process. എല്ലാം ഏകദേശം സിമിലർ ആണെന്ന് നമുക്ക് തോന്നാം അല്ലെ. പെട്ടെന്ന് ബ്ലാങ്ക് നോക്കുമ്പം ഓക്കെ പ്രാക്ടീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് എഴുതാൻ തോന്നും. പക്ഷെ അവിടെയും വി ഹാവ് ടു ചൂസ് ദി റൈറ്റ് വേർഡ് ചോയ്സ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക്സ്, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ, പ്രോസസ് ഇതിൽ ഏതായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. ഏത് വരാം അവിടെ? സോ ഇവിടെ അതിന് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് പാസേജിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് സ്ട്രക്ചറായിട്ട് ഇതിനെ ചിന്തിക്കാം എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് നമുക്കതിനെ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ടേം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇവിടെ നമ്മളുടെ റീഡിംഗ് സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക്
പ്രോസസ്സ് എന്ന് പറയുന്ന വാക്കായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. ആ ഒരു പ്രോസസ്സിനെ കോംപ്ലക്സ് സ്ട്രക്ചർ ഇൻ ഡോമിനൻസ് ആയിട്ട് ചിന്തിക്കാം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് വേർഡ് ഇസ് പ്രോസസ്. ഇനി നെക്സ്റ്റ് വന്ന് നോക്കാം. ഹൗഎവർ റീറ്റെയിൻസ് ഇറ്റ് ഡിസ്റ്റിങ്റ്റീവ്നെസ് ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്ലാങ്ക് മൊഡാലിറ്റി. ഓക്കെ, അവിടെ ഏതായിരിക്കും വരുന്നത്? ഡിസ്റ്റിങ്റ്റീവ്നെസ്സും ഉണ്ട് ആൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ ബ്ലാങ്ക് മൊഡാലിറ്റി, ഇറ്റ്സ് ഓൺ ഫോംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്സിസ്റ്റൻസ്. അവിടെ ഏതായിരിക്കും വരുന്നതെന്ന് ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. ജനറൽ, റിയൽ, കോമൺ, സ്പെസിഫിക്. ഇറ്റ്സ് ഓൺ ബ്ലാങ്ക് എന്നാണ് വരുന്നത്. അപ്പോൾ ജനറൽ ആണോ, റിയൽ ആണോ, കോമൺ ആണോ, സ്പെസിഫിക് ആണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇറ്റ്സ് ഓൺ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റേതായ, അല്ലെ, നമ്മൾ തനതായ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇറ്റ്സ് ഓൺ. അതിൻ്റേതായ ഒരു സംഭവമുണ്ട്. അതിൻ്റേതായ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന വേർഡ് ഏതായിരിക്കും? സ്പെസിഫിക് ആയിരിക്കും, അല്ലെ. അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൊഡാലിറ്റി അതിനുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അത് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ എല്ലാ ബ്ലാങ്ക്സും അവിടെ ഫില്ല് ചെയ്യാം. സോ ഫില്ല് ചെയ്യാൻ ഉള്ള സ്റ്റെപ്സ് നമ്മൾ എന്തൊക്കെ ചെയ്തു? ഒന്ന്, നമ്മൾ ആ പാസേജ് വായിച്ച് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി, അല്ലേ, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടി വന്ന കാര്യങ്ങളാണ് അതിൻ്റെ കണ്ടന്റ് വേർഡ്സ് അല്ലെങ്കിൽ കീ വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പ്രോസസ്, മൊമെൻറ്റ്സ്, അതുപോലെ ലീനിയാരിറ്റി, എക്സ്ചേഞ്ച്, ഡിസ്റ്റിങ്റ്റീവ് മൊമെൻറ്റ്സ്, ഈ കീവേഡ്സ് ഒക്കെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ആ കീവേഡ്സ് ഒക്കെ നമുക്ക് ആ റൈറ്റ് വേർഡ് ചോയ്സിലേക്ക് എത്താൻ, അതായത് റോങ് ചോയ്സസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് റൈറ്റ് വേർഡ് ചോയ്സിലേക്ക് എത്താൻ ഈ കീവേഡ്സ് ഒക്കെ നമ്മളെ സഹായിക്കും. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദി കീവേഡ്സ് ഓഫ് ദി പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. എന്നിട്ട് വേണം നമ്മൾ റൈറ്റ് വേർഡ് ചോയ്സിലേക്ക് എത്താൻ. ഈ ബ്ലാങ്കുകളിൽ ഏതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വേർഡ് ചോയ്സ് എന്നുള്ളതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് വായിച്ച് മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി ഓരോ ബ്ലാങ്കിലെയും കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ ഒരു 5-6 മിനിറ്റ് ഒന്നും ഇല്ല, അല്ലേ. നമുക്ക് വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ബ്ലാങ്കും നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് പറ്റില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഇനഫ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പറ്റും. സോ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അണ്ടർസ്റ്റാൻഡിങ് ദ കോണ്ടെക്സ്റ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആൻഡ് മേക്കിംഗ് ദ റൈറ്റ് ചോയ്സ് ഇസ് ദ കീ. ഓക്കെ, സോ റൈറ്റ് വേർഡ് ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് നമ്മളെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. സോ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം, എങ്ങനെ നമുക്ക് റൈറ്റ് വേർഡ് ചോയ്സിലേക്ക് എത്താമെന്നുള്ളത്. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? They were blank from entering the building after hours. അല്ലെ, മണിക്കൂറുകൾക്ക് ശേഷം അവരെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് ബ്ലാങ്ക് എന്നാണ്. അവിടെ ഏതായിരിക്കും വാക്ക് വരുന്നത്? ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് പ്രിവെൻറ്റഡ്, അവോയ്ഡഡ്, പ്രൊഹിബിറ്റഡ്, റിജക്റ്റഡ്. ഇങ്ങനെ 4 വാക്കുകളാണ്. സോ പെട്ടെന്ന് കാണുമ്പോൾ ഇതിനെല്ലാം ഏകദേശം സെയിം മീനിങ് ആണ്, അല്ലേ. പ്രൊഹിബിറ്റഡ്, റിജക്റ്റഡ്, അവോയ്ഡഡ് എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു നെഗറ്റീവ് കോണറ്റേഷൻ ഉള്ള ഒരു മീനിങ് ആണ്. പക്ഷേ ഇതിൽ ഈ ഒരു ബ്ലാങ്കിലേക്ക് വരുമ്പോൾ ഏതായിരിക്കും ഏറ്റവും റൈറ്റ് വേർഡ് ചോയ്സ് എന്നൊന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. ഏതായിരിക്കും? ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രൊഹിബിറ്റഡ് എന്നുള്ളൊരു വാക്കാണ്. കാരണം പ്രിവെൻറ്റഡ് അല്ല, അവോയ്ഡഡും റിജക്റ്റഡും എന്തായാലും അല്ല. കാരണം അത് എന്തെങ്കിലും ഒരു കാര്യം അവോയ്ഡ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്തു എന്നൊന്നുമല്ല അവിടെ പറയുന്നത്. ദേ വെയർ, ഗ്രാമർ അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ദേ വെയർ ബ്ലാങ്ക് ഫ്രം എൻട്രിങ്. അവരെ അവിടെ നിന്ന് എൻറ്റർ ചെയ്യുന്നതിൽ നിന്ന് ബ്ലാങ്ക് ചെയ്തു. എന്ത് ചെയ്തു? പ്രൊഹിബിറ്റ് ചെയ്തു എന്നേ അവിടെ വരൂ, അല്ലേ. സോ പ്രൊഹിബിറ്റഡ് ബിക്കംസ് ദി റൈറ്റ് വേർഡ് ചോയ്സ്. ലെറ്റ്സ് സീ ഈ ഒരു ക്വസ്റ്റ്യൻ. The project was completed blank schedule. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലേത് വാക്കാണ് വരേണ്ടത്? സോ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിപ്പസിഷൻസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ. അപ്പോൾ സ്കെഡ്യൂളിൽ ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ്, സ്കെഡ്യൂളിൽ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓൺ, ബൈ, ബിഫോർ, എഹെഡ് ഓഫ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് വേർഡ് ചോയ്സ്? ഇവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് എഹെഡ് ഓഫ് എന്ന് പറയുന്ന
വാക്കായിരിക്കും. കാരണം ബാക്കിയൊന്നും കറക്റ്റ് ആ ഒരു കൊളൊക്കേഷനിൽ ഫിറ്റ് ആവില്ല. സോ കൊളൊക്കേഷൻസ്, അതായത് ഒരു വാക്കിൻ്റെ കൂടെ ഏത് വാക്ക് വന്നാൽ കറക്റ്റായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ പറയില്ലേ, ഓൺ ദ ടേബിൾ ആണോ, ഇൻ ദ ടേബിൾ ആണോ, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ടേബിൾ ആണോ, അങ്ങനെയൊക്കെ പറയില്ലേ. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് ഒരു വാക്കിൻ്റെ കൂടെ ഏത് വാക്ക് വന്നാൽ അവിടെ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കിവിടെ ആവശ്യം വരും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ദ പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് എഹെഡ് ഓഫ് സ്കെഡ്യൂൾ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. It will help the students to blank their potential and acquire the skills. ഇവിടെ ഏതായിരിക്കും വരുന്നത്? മാക്സിമൈസ്, മാക്സിമൈസ്ഡ്, വിൽ മാക്സിമൈസ്, മാക്സിമൈസിങ്, അങ്ങനെ 4 വാക്കാണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് വേർഡ്സ് അല്ല, ഒരേ വാക്കിൻ്റെ തന്നെ പല ഫോംസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രാമർ, അതായത് ടെൻസുകളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ വരുന്നത്. ഏത് ടെൻസ് ആണ് അവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നത്? ഇറ്റ് വിൽ ഹെൽപ്പ്, അവിടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇത് കുട്ടികളെ സഹായിക്കും. എന്തിന്? അവരുടെ പൊട്ടൻഷ്യൽ എന്തോ ചെയ്യാൻ. ആൻഡ് അക്വയർ ദ സ്കിൽസ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു ക്ലൂ, സെയിം ഫോമാറ്റിൽ അക്വയർ ദ സ്കിൽസ് ഉണ്ട് അല്ലേ. സ്കിൽസ് അക്വയർ ചെയ്യാനും പൊട്ടൻഷ്യൽ ബ്ലാങ്ക് ചെയ്യാനും എന്നുള്ളതാണ്. സോ ഏതായിരിക്കും അവിടെ കറക്റ്റ് വേർഡ്? മാക്സിമൈസ് അല്ലേ. മാക്സിമൈസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് അക്വയർ ദ സ്കിൽസ്. അതിന് രണ്ടിനുമാണ് അത് സഹായിക്കുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. സോ ഇവിടെ ഗ്രാമർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. സോ യു സി, ഓരോ ബ്ലാങ്കുകൾക്കും നമുക്ക് ഡിഫറെൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഗ്രാമർ ആവശ്യം വരാം, കൊളൊക്കേഷൻസിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, പ്രിപ്പോസിഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഒരേപോലത്തെ സിനണിംസ്, അതായത് ഒരേ മീനിങ് ഉള്ള പല വാക്കുകൾ തന്നാൽ അതിൽ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഏറ്റവും കറക്റ്റ് വേർഡ് ചോയ്സ് ഏതാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. സോ വി ഹാവ് ടു ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ലാംഗ്വേജ് ഹിയർ അല്ലേ. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. വാട്ട് യു ക്യാൻ ഡു ഇസ് പോസ്റ്റ് ദ വീഡിയോ ആൻഡ് ദെൻ ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാം. ആൻഡ് കറക്റ്റ് ആൻസേഴ്സ് നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അതായത് ആദ്യത്തെ സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ മീനിങ് എന്താണ്, ഈ പാസേജ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കുക. അതിനുശേഷം ഓരോ ബ്ലാങ്കിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സെൻറ്റൻസുകളും വാക്കുകളും നോക്കി അവിടെ ഏതാണ് കറക്റ്റായിട്ട് വരുന്ന വാക്ക്. ഒരു നൗൺ ആണോ വരുന്നത്, വെർബാണോ വരുന്നത്, ടെൻസിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഗ്രമാറ്റിക്കലി അവിടെ ഏത് കറക്റ്റ് വാക്ക് വരും, അങ്ങനെ നോക്കിയിട്ട് ഈ ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഇൻ PTE. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരാം. സോ ആസ് എ ബിഗിനർ, നിങ്ങൾ PTE എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഹാവ് എ ഗുഡ് വൊക്കാബുലറി നോളജ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാക്കുകളുടെ മീനിങ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോറിലേഷൻ, ലെജിസ്ലേഷൻ, പ്രോക്സിമിറ്റി, ഡിനൗൺസ്ഡ്, അനൗൺസ്ഡ്, റിനൗൺസ്ഡ്, ഈ വാക്കുകളൊക്കെ കണ്ടോ. ഈ വാക്കുകളുടെ മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനകത്ത് ഏത് വാക്ക് നമുക്ക് ഇവിടെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ ആ ഒരു വൊക്കാബുലറി നോളജ്, നല്ല വാക്കുകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അത് വളരെയധികം ആവശ്യമുള്ള ഒരു സ്കില്ലാണ്. ആൻഡ് ഓൾസോ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, വായിച്ച് ആ ഒരു പാസേജിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളൊരു സ്കില്ലുണ്ടല്ലോ, അതും വളരെയധികം അത്യാവശ്യമാണ്. സോ PTE നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല പാസേജുകൾ, സ്മോൾ പാസേജുകൾ വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക. ആൻഡ് ദെൻ നല്ല വൊക്കാബുലറി നോളജ് വായിച്ച് ഓരോ പാസേജും വായിച്ചിട്ട് അതിനകത്ത് അറിയാൻ വയ്യാത്ത വാക്കുകളുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ച് മീനിങ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു വൊക്കാബുലറി നിങ്ങൾ പതുക്കെ ബിൽഡ് ചെയ്യാം. സോ ഇതിന് നിങ്ങൾ വാസ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ വായിച്ച് എല്ലാ വാക്കുകളും പഠിക്കുക എന്നുള്ളതല്ല, പ്രാക്ടീസ്. ഓക്കെ, PTEയുടെ തന്നെ പല പാസേജുകൾ വായിച്ച് സ്ഥിരമായി നിങ്ങൾ ആ വൊക്കാബുലറി ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ചാൻസിൽ നോക്കുമ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് എന്ന് സ്റ്റുഡൻസ് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ PTEയിൽ ഇതുപോലത്തെ ഒരുപാട് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ മറ്റ് ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം.